അപ്പോൾ നമ്മൾ വീണ്ടും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. മുമ്പ് മൊബൈലിൽ വീഡിയോ ചെയ്ത് നമ്മൾ യൂട്യൂബിൽ ഞാൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഇൻട്രോഡക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ നിങ്ങൾ ആ വീഡിയോയുടെ താഴെ കൊടുക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ നിർദ്ദേശിക്കുന്ന പ്രകാരം നമുക്ക് അത് പരിഗണിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണെന്നും അതിലെത്ര ലെസൺസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെങ്കിൽ എത്ര മൊഡ്യൂൾസ് നമുക്ക് പഠിക്കാനുണ്ട് എന്നും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ്, എന്തിനു വേണ്ടി എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ബേസിക്കായിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയായിരുന്നു, കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നമ്മൾ നല്ലൊരു വീഡിയോ ചെയ്തതാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് തുടങ്ങാനുള്ള കാരണം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനുള്ള ചില അപര്യാപ്തതകളാണ്, ന്യൂനതകളാണ് അല്ലേ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചില പരിമിതികളുള്ളത് കൊണ്ട് അത് മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ ഒരു മാനേജ്മെൻറ്റിന് ആവശ്യമായുള്ള ഡിസിഷൻസ് എടുക്കാനോ പോളിസീസ് ഉണ്ടാക്കിയെടുക്കാനോ ഫോർമുലേറ്റ് ചെയ്യാനോ സാധിക്കില്ല. അങ്ങനെ അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞിരുന്നു, ICAയുടെ ഡെഫിനിഷൻ അല്ലേ, ഓർക്കുന്നുണ്ടാവും. എനി ഫോം ഓഫ് അക്കൗണ്ടിങ്, ഏത് അക്കൗണ്ടിങ് ആവട്ടെ വിച്ച് എനാബിൾസ് എ ബിസിനസ് ടു കണ്ടക്ട് ഇറ്റ്സ് ഓപ്പറേഷൻസ് മോർ എഫക്റ്റീവ്ലി ഓർ എഫിഷ്യൻ്റ്ലി റിഗാർഡഡ് ആസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ സ്കോപ്പാണ്, സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. During 1957 in Amsterdam, there is a conference of accountants, international conference of accountants conducted in Amsterdam during 1957. They decided about the scope of management accounting, or they decided that there are 10 topics or discipline must be included in management accounting. ഓക്കെ, 1957 ആംസ്റ്റർഡാമിൽ വെച്ച് ഇൻ്റർനാഷണൽ അക്കൗണ്ടന്റുമാരുടെ ഒരു കോൺഫറൻസ്, 7ാമത് കോൺഫറൻസ് നടക്കുകയും ആ കോൺഫറൻസിൽ വെച്ച് അവർ 10 ടോപ്പിക്കുകളെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ 10 ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഇയർ പ്രധാനമാണ്, വർഷം ഓർത്തിരിക്കണം, 1957 ആണ് ആംസ്റ്റർഡാമിലെ ഇന്റർനാഷണൽ അക്കൗണ്ടന്റ് കോൺഫറൻസുമാരുടെ ആ സമ്മേളനത്തിലാണ് 10 ടോപ്പിക്കുകളെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ പരിധിയിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന തിയറി ഭാഗത്തുനിന്നും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഏതൊക്കെയാണ് 10 ടോപ്പിക്ക് എന്ന് ജസ്റ്റ് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് പറയുമ്പോൾ, ഏരിയ പറയുമ്പോൾ ഫസ്റ്റ് അതിലേക്ക് വരുന്ന ഭാഗം ഏതാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. പിന്നെ രണ്ടാമത് എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. രണ്ടാമത് വരുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. മൂന്നാമത്തത് ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. നാലാമത്തത് വരുന്നത് കോസ്റ്റ് കൺട്രോൾ ടെക്നിക്കാണ്. അഞ്ചാമത്തത് വരുന്നത് ടാക്സ് അക്കൗണ്ടിങ് ആണ്. അതുപോലെ തന്നെ ആറാമത്തത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്, ഓഫീസ് സർവീസ്, അതുപോലെ തന്നെ റിപ്പോർട്ടിങ്, ഇന്റേണൽ ഓഡിറ്റിംഗ്. ഇങ്ങനെ തുടങ്ങി 10 ടോപ്പിക്കുകളാണ് 10 ടോപ്പിക്കുകളാണ് സ്കോപ്പ് എന്നുള്ള പരിധിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ഒരുപാട് ന്യൂനതകളുണ്ട്. എങ്കിൽ കൂടിയും മാനേജ്മെന്റിന് ആവശ്യമായുള്ള ഡിസിഷൻസ് എടുക്കാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചില ഡാറ്റ അല്ലെങ്കിൽ ചില ഇൻഫോർമേഷൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി, അതുപോലെ തന്നെ പിന്നെ അസറ്റ്, അതുപോലെ തന്നെ ലാബിലിറ്റി ലെവൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്ന് പറയാം. സെയിൽസ്, പർച്ചേസ്, ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ്, എവറിഥിങ് പ്രൊവൈഡഡ് ബൈ
ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അതുകൊണ്ട് ഒരുപാട് വിവരങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൈമാറുന്നു, സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്തത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ മാനുവൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ഇതിൻ്റെ സ്കോപ്പായിട്ട് പരിഗണിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് അല്ലേ. കോസ്റ്റ് അക്കൗണ്ടിങ് എന്തുകൊണ്ട് മാനേജ്മെന്റ് അക്കൗണ്ടിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ സിമ്പിളാണ്. നമുക്കറിയാം, ഒരു സ്ഥാപനത്തിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നമ്മൾ 4th സെമ്മിൽ ഡിസ്കസ് ചെയ്തതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കുന്ന സമയത്ത്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് A, B, C, D അങ്ങനെ അനേക ഉപ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. സർവീസ് ഡിപ്പാർട്ട്മെന്റിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉള്ള കോസ്റ്റ് എത്രത്തോളം എന്ന് മാനേജ്മെന്റിന് ആവശ്യമായ വിവരങ്ങൾ കൊടുക്കുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. അതുപോലെ തന്നെ എങ്ങനെ ഇതിനൊക്കെ നിയന്ത്രിക്കാം എന്നുള്ള വേരിയസ് കോസ്റ്റ് കൺട്രോളിംഗ് ടെക്നിക്സുകളും കോസ്റ്റ് അക്കൗണ്ടിങ് മാനേജ്മെന്റിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പ്രദാനം ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. എന്താ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് മാനേജ്മെന്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിന്റെ ഒരു സ്കോപ്പിൽ നമ്മൾ ചർച്ച ചെയ്യാൻ കാരണം, ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നിശ്ചിത കാലയളവിലേക്ക് വേണ്ടി, ഫോർ എക്സാമ്പിൾ 2 years, 5 years or 10 years അല്ലേ, ഒരു നിശ്ചിത കാലയളവിലേക്ക് വേണ്ടി നമ്മുടെ ഉൽപ്പന്നത്തെ അല്ലെങ്കിൽ എത്ര ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും, അതിന് എത്രത്തോളം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക്കാണ്. അതുപോലെ തന്നെ കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ് നമ്മൾ പറഞ്ഞു. നാലാമത്തെ ടോപ്പിക്കായിട്ട് നമുക്ക് ഇതിനെ കോസ്റ്റ് കൺട്രോൾ ടെക്നിക്ക് പറയാൻ കാരണം, മാനേജ്മെന്റിനെ സംബന്ധിച്ച് കോസ്റ്റ് നിയന്ത്രിക്കുക, റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ലാഭം ഉണ്ടാക്കുക അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നത് പോലെ തന്നെ വളരെ പ്രധാനമാണ് കോസ്റ്റിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതും. അപ്പോൾ അതും നമുക്ക് ഇതിന്റെ പരിധിയിൽ കൊണ്ടുവരാം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ. അടുത്ത ഒരു സ്കോപ്പാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ. എന്താ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുള്ള എന്താ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ സെമസ്റ്ററുകളിലൊക്കെ പഠിച്ചതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ലേ. ഇൻകംസ്, എക്സ്പെൻസ്, അസറ്റ്സ്, ലയബിലിറ്റീസ്, ഡയറക്റ്റ് ഇൻകംസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, അതുപോലെ തന്നെ കറണ്ട് അസറ്റ്സ്, കറണ്ട് ലയബിലിറ്റീസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐറ്റംസ്. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ വിവിധ സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കുന്നു, ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നു, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് വിവരങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ള മഹത്തായിട്ടുള്ള ആ ഒരു പ്രോസസ് നടക്കുന്നത് ഏതിലൂടെ മാത്രമാണ്, മാനേജ്മെന്റ് അക്കൗണ്ടിലൂടെ മാത്രമാണ്. കമ്മിങ് ലെസൺസിലൂടെ നമ്മൾ അതൊക്കെ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് വിച്ച് ആർ ദ ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഇന്റർപ്രറ്റിംഗ് ടൂൾ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ എന്നുള്ളത് നമ്മൾ കമ്മിങ് ലെസൺസിലൊക്കെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ, ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ അവിടെ പ്രോഫിറ്റ് വരും, അല്ലെങ്കിൽ എക്സ്പെൻസുകൾ വരും, അല്ലെങ്കിൽ ഇൻകംസുകൾ വരും, അസറ്റ്സുകൾ, ലയബിലിറ്റീസുകൾ വരും. അവയൊക്കെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യണം. കഴിഞ്ഞ വർഷത്തെ എത്ര, ഈ വർഷത്തെ എത്ര, വാട്ട് ഈസ് ദ ഡിഫറൻസ്, ഇൻക്രീസ് ഓർ ഡിക്രീസ്, അതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാന്ന് പറയാം. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. എന്താ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, വി ആർ യൂസിങ് സം സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഫോർ കമ്പാരിസൺ ആൻഡ് അതർ അനലിറ്റിക്കൽ ഓപ്പറേഷൻ ഓർ പ്രോസസ്സസ്. ഓക്കെ. ദെൻ അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ്, പിന്നെ ടാക്സ് അക്കൗണ്ടിങ് അറിയാവുന്ന കാര്യമാണ്. ടാക്സ് അക്കൗണ്ടിങ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ടാക്സ്. അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ്, മാനേജ്മെന്റിന് ആവശ്യമുള്ള റിപ്പോർട്ട് പ്രദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ ഓഫീസ് സർവീസസ് ആൻഡ് ഇന്റേണൽ ഓഡിറ്റിംഗ്. എന്താ ഓഫീസ് സർവീസ് എന്ന് പറഞ്ഞാൽ, ഓഫീസ് സർവീസ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മാനേജ്മെന്റിന്റെ ധർമ്മങ്ങളൊക്കെ നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിലൂടെ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇന്റേണൽ ഓഡിറ്റിംഗ്. വാട്ട് ഈസ് ഇന്റേണൽ ഓഡിറ്റിംഗ്? ഇന്റേണൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്ഥാപനത്തിലെ വിവിധങ്ങളായ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ ഡിപ്പാർട്ട്മെന്റുകളുടെയൊക്കെ പ്രവർത്തനത്തെ, അവിടുത്തെയൊക്കെ ഫിനാൻഷ്യൽ ഡാറ്റയെ നമ്മൾ എന്തെങ്കിലും എറേഴ്സ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഫ്രോഡ്സ്, ഒമിഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടോ എന്ന്, അതുപോലെ അതിന്റെ ക്ലാരിഫിക്കേഷൻ, ഓവറോൾ ക്ലാരിഫിക്കേഷൻ ഒക്കെയാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റിങ്ങിലൂടെ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഉൾപ്പെടുത്തിയുള്ളത്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. 10 സ്കോപ്പ് അല്ലെങ്കിൽ 10 ടോപ്പിക് ഈ 10 ടോപ്പിക് ഇൻ ദ ഏരിയ ഓഫ് സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പം അത് പഠിക്കാം. ഏതൊക്കെയായിരുന്നു 10 ടോപ്പിക്? കൂടുതൽ നമ്മളത് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മളതിലേക്ക് പോകുന്നില്ല. നിങ്ങൾ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് അത് പഠിക്കണം. നമ്മൾ പറഞ്ഞത് ഫിനാൻഷ്യൽ അക്കൗണ്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, അത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ, ടാക്സ് അക്കൗണ്ടിങ്,
അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്, റിപ്പോർട്ടിംഗ്, ഓഫീസ് സർവീസ് ആൻഡ് ഇന്റേണൽ ഓഡിറ്റിംഗ്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. അതിൻ്റെ നോട്ട് പരമാവധി ലെക്ചർ നോട്ട് രൂപത്തിലെങ്കിലും നിങ്ങളിത് കേൾക്കുന്ന സമയത്തൊന്ന് പിന്നെ നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടൊക്കെ ഞാൻ PDF ആയിട്ടോ മറ്റേതെങ്കിലും രൂപത്തിൽ നമുക്ക് പിന്നെ തരുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് അത് നിങ്ങൾ എഴുതിയെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഒരു ഒബ്ജക്ട്സ് ആണ്. ഒബ്ജക്ട്സ് കൂടുതലായിട്ട് പിന്നെ പഠിക്കാനൊന്നുമില്ല. മാനേജ്മെന്റ് അക്കൗണ്ട് ഒബ്ജക്ട്സ് എന്താണ്, നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിൽ തന്നെ നമുക്ക് കിട്ടും. പ്രധാനമായിട്ട് പറയുന്നത് ഇന്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഹെൽപ്സ് ഇൻ പ്ലാനിങ്, അല്ലേ, നമ്മൾ ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ഒക്കെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ടു ഹെൽപ്പ് ഇൻ കോഓർഡിനേഷൻ, അല്ലേ. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന് മൊത്തം ഗ്രൂപ്പ് എഫോർട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഏകോപിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഹെൽപ്പ് ഇൻ പോളിസി ഫോർമുലേഷൻ, അതുപോലെ തന്നെ ഹെൽപ്പ് ടു പ്രിപ്പയർ റിപ്പോർട്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ, അപ്പോൾ ഇതിൻ്റെയൊക്കെ നോട്ട് ഡീറ്റെയിൽ ആയിട്ട് തരും. ആ സമയത്ത് അത് എഴുതിയെടുക്കാം. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കണം. പിന്നെ മറ്റൊന്നാണ് ടോപ്പിക്ക്, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിന്റെ പ്രധാനപ്പെട്ട ചില പ്രിൻസിപ്പിളുകളുണ്ട്. ഏതൊക്കെയാണ് ആ പ്രിൻസിപ്പിളുകൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പ്രിൻസിപ്പിൾസ് ഓഫ് എക്സെപ്ഷൻ, എക്സാമിനൊക്കെ ചോദിക്കുന്ന ഭാഗമാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് എക്സെപ്ഷൻ, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്ടിവിറ്റി, അതുപോലെ തന്നെ റെലവൻസി, പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്റഗ്രേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് റീവാലുവേഷൻ അക്കൗണ്ടിങ്, and principles of utilization, principles of accuracy, and principles of forward looking approach. ഓക്കെ, അപ്പോൾ ഇത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സമയം വളരെ പരിമിതമാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് പ്രിൻസിപ്പിൾസ് എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ. വളരെ ഇമ്പോർട്ടൻ്റ് റെലവൻറ്റും ആയിട്ടുള്ള ഡാറ്റ മാത്രമേ മാനേജ്മെന്റ് അക്കൗണ്ട് പരിഗണിക്കുകയുള്ളൂ. ഇറലവൻറ്റും യൂഷ്വലുമായിട്ടുള്ള ഡാറ്റയെ എന്ത് ചെയ്യില്ല, മാനേജ്മെന്റ് അക്കൗണ്ടിങ് പരിഗണിക്കുകയില്ല. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആയിട്ട് നമുക്ക്. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്ടിവിറ്റി. ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് കൃത്യമായിട്ടുള്ള ഫ്യൂച്ചർ ഒബ്ജക്റ്റ്, കൃത്യമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ആ ഒബ്ജക്റ്റ് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫോർട്ടാണ് മാനേജ്മെന്റ് അക്കൗണ്ടിലൂടെ നമുക്ക് സാധിക്കുന്നത് അല്ലെങ്കിൽ അതിലൂടെ സാധ്യമാവുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് കൺസിസ്റ്റൻസി. എന്താ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ? വളരെ സ്ഥിരവും അതുപോലെ തന്നെ അക്യുറേറ്റുമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് റെലവൻസി, പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്റഗ്രേഷൻ. അറിയാലോ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെയും അതിൽ പ്രവർത്തിക്കുന്ന വിവിധ ഹ്യൂമൻ റിസോഴ്സിനെയും മാൻ പവറിനെയൊക്കെ സംയോജിപ്പിക്കുന്ന ആ ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ ഇന്റഗ്രേഷൻ പറയുക. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് റീവാലുവേഷൻ അക്കൗണ്ടിങ്. റീവാലുവേഷൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് വാല്യൂ ചെയ്യുകയും എറേഴ്സുകളും ഒമിഷൻസുകളും ഒക്കെ കൃത്യമായി കണ്ടെത്തി ഡിറ്റക്ട് ചെയ്ത് അതിനൊക്കെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് റീവാലുവേഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് യൂട്ടിലൈസേഷൻ. എന്താ യൂട്ടിലൈസേഷൻ? നമ്മൾ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ ക്യാച്ച് ചെയ്യാൻ ചില ബുദ്ധിമുട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ സ്പീഡ് കൂടുതലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞാൽ മതി. നമുക്ക് ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് സമയപരിമിതി വലിയൊരു ഘടകമായതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. അപ്പോൾ നിങ്ങളെ സൂചിപ്പിച്ചാൽ നമുക്ക് ആ കാര്യങ്ങൾ പരിഹരിച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് യൂട്ടിലൈസേഷൻ. എന്താ പ്രിൻസിപ്പിൾസ് ഓഫ് യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ റിസോഴ്സുകളൊക്കെ എഫക്റ്റീവായിട്ട് പ്രോഫിറ്റബിളി ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കണം. അതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിന്റെ തത്വം അല്ലെങ്കിൽ ഏഴാമത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് അക്യുറസിയാണ്. അക്യുറസി എന്ന് പറഞ്ഞാൽ കൃത്യതയാണ്, അറിയാലോ. അതുപോലെ തന്നെ ഫോർവേഡ് ലുക്കിംഗ് അപ്രോച്ച്. എന്താ ഫോർവേഡ് ലുക്കിംഗ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ? മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഓൾവേസ് ലുക്കിംഗ് ഫ്യൂച്ചർ, ഭാവിയിലേക്ക്. ഇപ്പോൾ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ധർമ്മമാണുള്ള പ്രൈസ് ഫിക്സേഷൻ. അതുപോലെ തന്നെ സെയിൽസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം, പ്രൊമോഷൻ, സെയിൽസ് പ്രൊമോഷൻ. അതുപോലെ തന്നെ കിടമത്സരങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, അല്ലെ, കോമ്പറ്റീഷൻ ഉണ്ടാവുന്ന സമയത്ത് അതിനെങ്ങനെ ഓവർകം ചെയ്യാം. അതുപോലെ തന്നെ ഡിമാൻഡിലുള്ള സമയത്ത് അതിനനുസരിച്ച് എങ്ങനെ സപ്ലൈയിൽ വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരാം. ഇങ്ങനെയൊക്കെയുള്ള, അതുപോലെ തന്നെ ജനങ്ങളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് എങ്ങനെ നമുക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാം എന്നതിനുവേണ്ടി സ്ട്രാറ്റജീസ് എന്തൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. Which are the suitable strategies to be implemented?
ഓക്കെ, ടു ക്യാച്ച് ദ മാർക്കറ്റ് മെജോറിറ്റി. ഇതൊക്കെ ഫ്യൂച്ചറുമായി റിലേറ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം മാരുവിൻ്റെ ഒരു ഫോർവേഡ് ലുക്കിംഗ് എന്ന് പറയുന്നൊരു പ്രിൻസിപ്പിൾ കൂടിയുണ്ട്. അപ്പോൾ ഈ 9 പ്രിൻസിപ്പിൾ വളരെ പ്രധാനമാണ്. അപ്പോൾ ഞാനത് പറഞ്ഞു തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ വൃത്തിയായിട്ട് കേട്ട് ലെക്ചർ നോട്ടുകളൊക്കെ പരമാവധി നേരത്തെ സൂചിപ്പിച്ച പോലെ ചെയ്യാൻ നോക്കാം. നമുക്ക് മാരുവിൻ്റെ ഫംഗ്ഷൻ ഉണ്ട്. വളരെ കുറഞ്ഞ ഒരു 5 പോയിന്റ് ഉള്ളൂ ഫംഗ്ഷൻ. അതുകൂടി നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് ഫംഗ്ഷൻ? പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. വളരെ സിമ്പിളാണ്. ഫംഗ്ഷനും ഒബ്ജക്റ്റൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ പോയിന്റിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ. അപ്പോൾ അത് നോക്കാം. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഒന്നാമതായിട്ട് പറയുന്നത് പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ് അല്ലേ? നമുക്കറിയാലോ എന്താ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തിങ്കിങ് ഇൻ അഡ്വാൻസ് ബിഫോർ ഡൂയിങ്. നമ്മൾ ചെയ്യുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യുന്നു? ആ കാര്യത്തെക്കുറിച്ച് നന്നായി ഒന്ന് പ്ലാൻ ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ടാമത്താണ് മോഡിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഡാറ്റ. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയാം മോഡിഫിക്കേഷൻ, അല്ലെങ്കിൽ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാം മോഡിഫിക്കേഷൻ ആൻഡ് ക്ലാരിഫിക്കേഷൻ ഓഫ് ഡാറ്റ. അതാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ വന്നിട്ടുള്ള എറേഴ്സിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടാൻ ഇതുകൊണ്ട് സാധിക്കും, കണ്ടെത്താനും സാധിക്കും. അതുപോലെ തന്നെ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. നേരത്തെ സൂചിപ്പിച്ചാണ് ഡാറ്റയെ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, വിശകലനം ചെയ്യാൻ, വിലയിരുത്താനൊക്കെ നമുക്ക് സാധിക്കും. ഡാറ്റ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുള്ള ഡാറ്റ. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ. അറിയാലോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഫംഗ്ഷനാണ് അല്ലെ? ആര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ? ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസ്, ഹ്യൂമൻ റിസോഴ്സ് എംപ്ലോയീസ് അല്ലെങ്കിൽ അവിടുത്തെ വർക്കിംഗ് സ്റ്റാഫുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അത് വളരെ പ്രധാനമാണ്. അതും മാനേജ്മെന്റ് അക്കൗണ്ടിന്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഹെൽപ്പിംഗ് ഇൻ കോഓർഡിനേഷൻ, അതുപോലെ തന്നെ ഹെൽപ്പിംഗ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഹെൽപ്പിംഗ് ഇൻ കോഓർഡിനേഷൻ ആൻഡ് ഹെൽപ്പിംഗ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പം അത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് നമ്മളെ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ്. എൻ്റെ ഒരു 5 പോയിന്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇവിടെ 10 പോയിന്റ് നിങ്ങൾക്ക് 8 പോയിന്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നമുക്കൊരു 5 പോയിന്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ചിലപ്പോൾ അതൊക്കെ എക്സാമിന് 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും നമ്മളെ വ്യത്യാസം, നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിന്റെ ന്യൂനതകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചെയ്ത സമയത്ത് നോക്കാം എന്തൊക്കെയാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്നത് ഫ്യൂച്ചറിലേക്കാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നോക്കാം എന്താ പറയുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പർപ്പസ് ഈസ് ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പ്രസന്റ് ദം ടു ഓണേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെന്റ് എക്സെട്ര. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ് എന്താ? ഒരു വർഷത്തെ അല്ലെ ഒരു കൃത്യമായ ഒരു പീരീഡ് ഉണ്ടായിരിക്കും. ആ പീരീഡിലെ മൊത്തം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ആ റിപ്പോർട്ടിനെ ഗവൺമെന്റിലേക്കും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിലേക്കും അല്ലെങ്കിൽ സപ്ലയേഴ്സിലേക്കും മറ്റു എക്സ്റ്റേണൽ പാർട്ടീസിലേക്ക് അടക്കം അതിനെ പ്രദാനം ചെയ്യുക എന്നുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ധർമ്മം. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങോ അത് കൃത്യമായുള്ള ഒരു വിശകലനം നൽകുന്നത് ആർക്കാണ്? മാനേജ്മെന്റിനാണ്, ഇന്റേണൽ അതോറിറ്റിക്കാണ്. ഓക്കെ, ഇപ്പൊ എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മൾ ഒന്നാമത്തെ വ്യത്യാസം? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അതിന്റെ ഒരു പീരീഡിലെ പ്രോഫിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ ഏതാണോ ആ റിപ്പോർട്ടിനെ ഇന്റേണൽ അതോറിറ്റിക്ക് മാത്രമല്ല ഗവൺമെന്റ്, ക്രെഡിറ്റേഴ്സ്, അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാവർക്കും അത് പ്രദാനം ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലൂടെ കിട്ടുന്ന വിവരങ്ങൾ ആർക്ക് മാത്രമേ സപ്ലൈ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ളൂ? ഇന്റേണൽ അതോറിറ്റി, സ്ഥാപനത്തിന്റെ ഹയർ അതോറിറ്റി, മാനേജ്മെന്റ്. ഓക്കെ, രണ്ടാമത്തേതാണ് റെക്കോർഡ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ എന്ത് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ? ഹിസ്റ്റോറിക്കൽ ഡാറ്റ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. അതേസമയം മാനേജ്മെന്റ് അക്കൗണ്ടിലാണെങ്കിൽ ഫ്യൂച്ചർ പ്ലാൻസും ഓപ്പറേഷൻസും ഒക്കെയാണ് ഉള്ളത് അല്ലെ? പാസ്റ്റിൽ ഉള്ള കാര്യങ്ങളൊന്നും മാനേജ്മെന്റ് അക്കൗണ്ടിൽ ബാധകമല്ല. ഫ്യൂച്ചർ പ്ലാനിങ് അതുപോലെ തന്നെ ഫ്യൂച്ചർ ഡിസിഷൻ ഫോർ ഫ്യൂച്ചർ ഓപ്പറേഷൻ, ഇതൊക്കെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിൽ വരിക കേട്ടോ. മൂന്നാമത്തേതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് കമ്പൾസറി ബട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് ഓപ്ഷണൽ. കമ്പനീസ് ആക്ട് 1956 പ്രകാരം ഏത് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏത് കമ്പനിയും അതിന്റെ വർഷാവസാനം ഇയർ എൻഡിങ്ങിൽ അല്ലെ, ആ ഇയർ എൻഡിങ്ങിൽ എന്ത് ചെയ്യണം? അതിന്റെ ഒരു ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കിയിരിക്കണം, അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയിരിക്കണം. അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പ്രത്യേകതയാണ്, ഈ ഒരു നിർബന്ധ സ്വഭാവം. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് എന്തില്ല? അത്തരത്തിലുള്ള നിർബന്ധ സ്വഭാവങ്ങൾ ഇല്ല. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അത് ഓപ്ഷണൽ ആണ്. ഓക്കെ, മാനേജ്മെന്റിന്റെ താല്പര്യപ്രകാരം ചെയ്യുന്നതാണ്.
പിന്നെ നമ്മൾ പറഞ്ഞു ബേസ്ഡ് ഓൺ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗിന് എന്തുണ്ട്? ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ഉണ്ട് അല്ലെ. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ. ഗ്യാപ്പ് നമ്മൾ +2 തലത്തിലൊക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ പഠിച്ചിട്ടുണ്ട്. ഗ്യാപ്പ്, GAAP, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ. ഇത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പ്രത്യേകതയാണ്. ഈ പ്രിൻസിപ്പിൾ പ്രകാരമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് നമ്മൾ ചെയ്യുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ദർ ഇസ് നോ സച്ച് ഫിക്സ്ഡ് പ്രിൻസിപ്പിൾസ് ഓർ റൂൾസ്. ഓക്കെ. അതുപോലെ തന്നെ പ്രിപ്പയർഡ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് തയ്യാറാക്കുന്നത് ഒരു നിശ്ചിത കാലയളവിലേക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലെ. വി ക്യാൻ സേ April 1 to 31st May അല്ലെ. April 1 to 30 നെക്സ്റ്റ് ഇയർ 31st March വരെയാണ് അതിന്റെ ടേം ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് സാധാരണ കേസിൽ. അല്ലെങ്കിൽ January to December എന്നും നമ്മൾ സാധാരണ കേസിൽ വരുന്നത്. പക്ഷേ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് പറയുമ്പോൾ നമ്മൾ പറയും 1st April to 31st March. സോറി, മെയ് അല്ല, 31st March. ഓക്കെ. അടുത്തൊരു പോയിന്റ് ആണ് ലിമിറ്റഡ് സ്കോപ്പ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് എന്തേ ഉള്ളൂ? വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്കോപ്പേ ഉള്ളൂ. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് വളരെ വൈഡ് ആയിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. 2 പോയിന്റ് കൂടി ഉണ്ട് ഡിഫറൻസ് ആയിട്ട്. എക്സ്റ്റേണൽ പാർട്ടീസ് ആർ ദ യൂസേഴ്സ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ആരാണ്? ഡിപ്പെൻഡ് ചെയ്യുന്ന ആരാണ്? എക്സ്റ്റേണൽ പാർട്ടീസ്. ആരാണ് എക്സ്റ്റേണൽ പാർട്ടീസ്? എക്സ്റ്റേണൽ പാർട്ടീസ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്ന ബാങ്കുകൾ, NBFC അടക്കം അല്ലെ. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ്, സപ്ലയേഴ്സ്, ഇവരാണ് ആര്? എക്സ്റ്റേണൽ യൂസേഴ്സ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് കൊണ്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? എക്സ്റ്റേണൽ പാർട്ടീസാണ്. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസ്ഫുൾ ആവുന്നത് ആർക്കാണ്? ഇന്റേണൽ പാർട്ടീസ് അല്ലെങ്കിൽ മാനേജ്മെന്റിനാണ്. ഓക്കെ. ഒന്നുകൂടെ ഉണ്ട്, ഓഡിറ്റ് ഈസ് മോർ ഓർ ലെസ് കമ്പൾസറി അല്ലെ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഓഡിറ്റ് എന്താ പറയാ, ഓഡിറ്റ് മോർ ഓർ ലെസ് കമ്പൾസറി. അതായത് ഓഡിറ്റ് വേണ്ട സാഹചര്യമുണ്ട്, വേണ്ടാത്ത സാഹചര്യമുണ്ട്. നോർമലി വി ക്യാൻ സേ ദർ ഈസ് ഓഡിറ്റ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ എന്തുണ്ട്? ഓഡിറ്റിംഗ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഇവിടെ പറയുന്നത് ഓഡിറ്റ് ഈസ് മോർ ഓർ ലെസ് കമ്പൾസറി. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിൽ എന്തല്ല? ഓഡിറ്റിംഗ് കമ്പൾസറിയേ അല്ല എന്നാണ് പറയുന്നത്. ഓഡിറ്റ് ഈസ് നോട്ട് കമ്പൾസറി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും മതി. നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചേ? ഒന്ന്, നമ്മൾ 10 പ്രിൻസിപ്പിൾ പഠിച്ചു അല്ലേ. പിന്നെയോ നമ്മളൊരു 8 ഫങ്ഷൻസ് പഠിച്ചു. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചു. പിന്നെന്താ പഠിച്ചേ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മളൊരു 5 ഡിഫറൻസ് നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ കഴിയുന്ന രൂപത്തിലൊക്കെ ഒന്ന് നോട്ടൊക്കെ തയ്യാറാക്കുക. പിന്നെ ഇനി ഇതിൻ്റെ ആക്ടിവിറ്റി ആയിട്ട് ഞാൻ തരും, ആ വർക്ക് ഞാൻ പിന്നീട് അറിയിക്കും. അപ്പോൾ അതുകൂടി സബ്മിറ്റ് ചെയ്യാം. ഓക്കെ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ തുടർ ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.